ക്രൈസ്തവ എഴുത്തുപുര UK ചാപ്റ്ററിൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനം. ലോകമെമ്പാടും ചിതറിപ്പാർക്കുന്ന മലയാളികൾ അവർ താമസിക്കുന്ന രാജ്യങ്ങളിൽ, അവർ കുടിയേറിപ്പാർത്ത രാജ്യങ്ങളിൽ അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്രകൾ പതിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് മലയാള മണ്ണിൽ ശക്തിയോടെ വീശിയപ്പോൾ അതിൽ വശംവദരായവർ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സുവിശേഷവും പേറി പുറപ്പെടുവാൻ തയ്യാറായി. അത് കേരള മണ്ണിൽ മാത്രം ഒതുങ്ങിയില്ല. ഭാരതത്തിൽ പല സംസ്ഥാനങ്ങളിലും, വിശേഷാൽ നോർത്ത് ഇന്ത്യയിലും സുവിശേഷം എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ സുവിശേഷീകരിക്കുവാനും സുവിശേഷ പ്രഘോഷണത്തിനും മലയാളികളുടെ പങ്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല. അത് രാജ്യാതിർത്തികൾ കടന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും മലയാളികൾ സുവിശേഷമായി പോയി. ആ കാലഘട്ടത്തിൽ സുവിശേഷത്തിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന ഈ ഇംഗ്ലണ്ടിൻ്റെ മണ്ണിലേക്കും മലയാളികൾ സുവിശേഷമായി എത്തുവാനിടയായി. ആത്മീക വരൾച്ചയിൽ വിണ്ടുകീറിയ ഈ UK മണ്ണിനെ പരിശുദ്ധാത്മാവിൻ്റെ മഴയാൽ നനയ്ക്കുവാൻ ദൈവം ഒരു അപ്പോസ്തലനെ തിരഞ്ഞെടുക്കുവാനിടയായി. കഴിഞ്ഞ 50 വർഷങ്ങൾക്ക് മുമ്പാകെ അദ്ദേഹം സുവിശേഷമായി ഈ രാജ്യത്തെത്തുവാൻ കർത്താവിടയാക്കി. ദൈവം തനിക്ക് നൽകിയ ദർശനവും സംഘടനാ മികവും അതിലുപരിയായി ഒരു മുൻവിധിയും കൂടാതെ ഏത് ചെറിയ മനുഷ്യനെയും ക്രിസ്തുവിൽ തന്നോട് ചേർത്ത് നിൽക്കുവാൻ തനിക്കുണ്ടായ വലിയ മനസ്സ് കാരണം നമ്മുടെ എല്ലാവരെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു വിശിഷ്ട അതിഥിയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റാരുമല്ല, ചർച്ച് ഓഫ് ഗോഡ് UK അയർലൻഡിൻ്റെ ഓവർസിയറായിരിക്കുന്ന ക്രിസ്തുവിൽ ആദരണീയനും ബഹുമാന്യനുമായ റെവറൻഡ് ഡോക്ടർ ജോ കുര്യൻ അവറുകളാണ്. വളരെ സ്നേഹത്തോടെ, വളരെ സന്തോഷത്തോടെ, അതിലുപരി അഭിമാനത്തോടെ പ്രിയ ക്രിസ്തുദാസനെ ഈ ഒരു സ്നേഹ സംഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. അഭിനന്ദനങ്ങൾ, ക്രൈസ്തവ എഴുത്തുകാരുടെ അഭിനന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നു. പാസ്റ്റർ 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ UK മണ്ണിൽ വേല ആരംഭിച്ചത് അഭിമാനകരമായ ഒരു കാര്യമാണെങ്കിൽ കൂടി അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്കേറെ അഭിമാനം, ക്രൈസ്തവ എഴുത്തുകാർക്കേറെ അഭിമാനം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ എഴുത്തുകാരുടെ പ്രവർത്തനം ഈ UK ആരംഭിച്ചപ്പോൾ അത് പ്രാർത്ഥിച്ച് ആശീർവദിക്കാൻ കർത്താവ് പ്രിയ ജോ കുര്യൻ പാസ്റ്ററെയാണ് ഉപയോഗിച്ചത്. അത് ഞങ്ങൾക്കൊരു വളരെ അഭിമാനകരമായ കാര്യമാണ്. ഈ കഴിഞ്ഞ 50 വർഷത്തെ ഒരു ഹിസ്റ്ററി നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. 50 വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇനിയും UK ഏതൊരു ദേവദാസന് 50 വർഷം ഇങ്ങനൊരു ഹിസ്റ്ററി, ഒരു ലെഗസി കംപ്ലീറ്റ് ദൈവം കർത്താവിൻ്റെ ഓരോ താമസിച്ചാൽ അതിന് ദൈവം അവസരം ഒരുക്കട്ടെ. ഇങ്ങനെ ഒരു അവസരത്തിൽ കഴിഞ്ഞ 50 വർഷത്തെ ഒരു ലെഗസി തിരിഞ്ഞു നോക്കുമ്പോൾ ദേവദാസൻ എന്താണ് തോന്നുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ് തോന്നുന്നത്? പ്രാരംഭമായി ക്രൈസ്തവ എഴുത്തുകാരുടെ UK ചാപ്റ്ററിൻ്റെ ഭാരവാഹികളായിരിക്കുന്ന സഹോദരന്മാരായ നിങ്ങൾക്ക് സ്നേഹവന്ദനം അറിയിക്കട്ടെ. വളരെ സന്തോഷവും വളരെ അഭിമാനവും എനിക്കുണ്ട് ക്രൈസ്തവ എഴുത്തുകാരുടെ പ്രവർത്തനങ്ങളെ ഓർക്കുമ്പോൾ. പ്രത്യേകിച്ച് ഇപ്പോൾ ജോയ് ഓർപ്പിച്ച പോലെ അതിൻ്റെ പ്രാരംഭ സമയത്ത് UK പ്രാരംഭ സമയത്ത് പ്രാർത്ഥിക്കാനുള്ള അവസരം ഉണ്ടായത് ഞാൻ ഓർക്കുന്നു. വളരെ നന്ദിയോടെ ഓർക്കുന്നു. 50 വർഷത്തെ എൻ്റെ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം എന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഐ ഓവ് ഇറ്റ് ഓൾ ടു ജീസസ്. യേശു ക്രിസ്തുവിന് മഹത്വം, അല്ലെങ്കിൽ ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ വിശ്വസ്തയോടെ നിർത്തി എന്നുള്ള ആ കാര്യമാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. കാരണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇറ്റ്സ് ഗാഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. യെസ്. പാസ്റ്ററോടൊന്ന് ചോദിച്ചോട്ടെ, പാസ്റ്റർ 50 കൊല്ലം മുമ്പ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇപ്പം ഈ ഒരു 2020 ശേഷം അനേകർ ഈ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. കോവിഡിന് ശേഷമാണ് ഇത്രയും നമ്മുടെ നാട്ടിൽ നിന്നുള്ള മലയാളികളായിട്ട് മറ്റ് ഇന്ത്യൻസ് അനേകർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അന്ന് 50 കൊല്ലങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന ഓർമ്മ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാവോ? അന്ന് ഇവിടെ കടന്നു വന്നപ്പോൾ എങ്ങനെയായിരുന്നു പാസ്റ്റർക്ക് അന്നത്തെ അവസരത്തിൽ? പാസ്റ്ററെ സ്വീകരിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അന്ന് മലയാളി കമ്മ്യൂണിറ്റികളില്ല, ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് കുറവാണ്, ഇന്ത്യൻ ചർച്ചസ് ഇവിടെ കുറവാണ്. പാസ്റ്ററെ വെൽക്കം ചെയ്യാൻ ഇവിടെ ആളുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഓർമ്മ, അന്നത്തെ ആ ഓർമ്മ മേ ബി. അപ്പോൾ തന്നെ പാസ്റ്റർ എവിടെയാണ് ആദ്യമായി വന്നത്? ഇപ്പം ലൊക്കേറ്റ് ചെയ്യുന്ന സൗത്തോളിൽ തന്നെ ആയിരുന്നോ അതോ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരുന്നോ? ഒരു കറക്ഷൻ ഞാൻ പറഞ്ഞോട്ടെ. 50 വർഷം എൻ്റെ ശുശ്രൂഷയുടെ ടോട്ടൽ ഇയേഴ്സാണ്. ഓക്കെ. ഇവിടെ വന്നിട്ടിപ്പോൾ 40 വർഷമായി. സൗത്തോളിൽ വന്നിട്ട് 40 വർഷമായി. ഇതിൻ്റെ പ്രാരംഭം പറഞ്ഞാൽ എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് ചർച്ച് ഓഫ് ഗോഡ് ഇൻ്റർനാഷണൽ വേൾഡ് മിഷൻസ്. എന്നെയും ഫാമിലിയെയും ഇവിടുത്തെ മിഷണറീസായിട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ. ഞങ്ങളിവിടെ അറൈവ് ചെയ്യുന്നത് 1985 ഒക്ടോബർ. ഓക്കെ. ഓക്കെ. നല്ല തണുപ്പ് തുടങ്ങിയ സമയമാണ്. നാട്ടിൽ നിന്നാണ് വരുന്നത്. വന്നപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം വേണ്ട പോലെ ചൂട്, അനാവശ്യമായ വസ്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്കിലും കാര്യങ്ങളൊക്കെ സാധിച്ചു.
ഞങ്ങൾ വന്നിറങ്ങുമ്പോൾ ഒരു ശ്രീലങ്കൻ പാസ്റ്ററാണ് വന്ന് ഞങ്ങൾ പിക്ക് ചെയ്യുന്നത്. ഓ, അദ്ദേഹം ഹൈവിക്കം എന്ന സ്ഥലത്ത്, ഇവിടെ ആ. യു കെയിലെ ഹൈവിക്കം ആ എന്ന ദേവദാസൻ സ്ഥലത്ത്. ഇപ്പോഴും ഉണ്ടോ? ഇല്ല, ആ ദേവദാസൻ മരിച്ചുപോയി. ഓക്കെ. അദ്ദേഹം ശ്രീലങ്കൻ ദേവദാസൻ. അദ്ദേഹം ഇവിടുത്തെ ഉള്ള ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു പാസ്റ്ററായിരുന്നു. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഓവർസീർ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് ഒരു പാസ്റ്റർ വരുന്നുണ്ട്, ആഹാ. അദ്ദേഹത്തെ കളക്ട് ചെയ്യണമെന്ന് പറയുകയുണ്ടായി. രസകരമായൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ആ. ഈ പാസ്റ്റർ ഒരു വണ്ടി നിറയെ ആളുമായിട്ടാണ് വന്നേക്കുന്നത്. ആ. ഞാൻ മാത്രമേ ഉള്ളെന്ന് ധരിച്ചുള്ളൂ. ഞാനും എൻ്റെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന വൈഫും ഓ. എൻ്റെ മൂത്ത കുഞ്ഞും, ആഹാ. ഞങ്ങൾ ഇത്രയും പേരെ വന്നിരിക്കുന്നത്. ഹീത്രോയിൽ വന്നിറങ്ങിയ സമയത്ത്. എന്നാൽ ഈ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പേര് നോയൽ മുത്തുനായകം പിള്ള എന്നായിരുന്നു. ഓ. ഒരക്ഷരം പോലും ഞങ്ങളോട് പറഞ്ഞില്ല. വൈഫ് വന്നതിനെക്കുറിച്ചും കൂടെ മറ്റേ കുഞ്ഞുള്ളതിനെക്കുറിച്ചും ഒരു ആശ്ചര്യവും അദ്ദേഹം കാണിച്ചില്ല. വളരെ കൂളായിട്ട് ആഹാ. ഞങ്ങളെ സ്വീകരിച്ചു, കാറിൽ കൊണ്ടുവന്നു, ഹൈവേക്കെത്തു. അപ്പം കാറിലിരുന്ന ഇരിപ്പൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന വൈഫും മറ്റൊരു ബ്ലാക്ക് ലേഡിയും ഡ്രൈവർ ബ്ലാക്ക് മാന്, പാസ്റ്റർ മുമ്പിൽ. ഓ. ഞങ്ങൾ ഇച്ചിരി സ്ക്വീസായിട്ടൊക്കെ ഇരുന്നത്. എങ്കിലും വിഷമം കൂടാതെ ഹൈവേക്കെത്തെത്തി 2 ആഴ്ച അവിടെ താമസിച്ചു. ആ പാസ്റ്ററുടെ കൂടെ ആ താമസം. പാസ്റ്ററുടെ കൂടെ. ഓ. ആ പാസ്റ്റർ ചെയ്തൊരു കാര്യം ഒരിക്കലും ഞാൻ മറക്കത്തില്ല. 1 ബെഡ്റൂം ഒരു ഫ്ലാറ്റായിരുന്നു. ആഹാ. അദ്ദേഹത്തിൻ്റെ മുറി ഞങ്ങൾക്ക് തന്നിട്ട് അദ്ദേഹം തറയിൽ കിടന്നു. ഓ. വാ. എന്നിട്ടും എന്നോട് പറഞ്ഞില്ല വേറെ ബെഡ്റൂം ഇല്ലെന്നുള്ള കാര്യം. ഓയ്യോ. ആഹാ. ഞങ്ങൾക്കുള്ള ആഹാരമെല്ലാം ഉണ്ടാക്കി തരുമായിരുന്നു. അവർ ആ ഭാര്യയും ഭർത്താവും രാവിലെ ജോലിക്ക് പോകും, ഞങ്ങൾ രണ്ടും മാത്രം ആ വീട്ടിലുണ്ട്. ഉം. അപ്പോഴത്തേക്ക് 2 ആഴ്ച താമസിച്ച വേണ്ടേക്ക് അവിടെ ചർച്ചിലൊക്കെ പോയി. ഉം. എൻ്റെ ഇംഗ്ലീഷൊന്നും അന്ന് അത്ര നല്ല ഡെവലപ്ഡ് അല്ലായിരുന്നു. ആ. ഓക്കെ. നാട്ടിൽ നിന്നും വന്ന ആളല്ലേ. അതെ, ഞാൻ അതെ. ഓസ്ട്രേലിയയിൽ പോയി ബൈബിൾ കോളേജ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. എന്നാലും അപ്പോൾ ഇംഗ്ലീഷൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരുന്നു. ഉം. ആ 2 ആഴ്ച അവിടെ ആയിരുന്ന സമയത്ത് ലോക്കൽ ചർച്ച്, അവർ പോകുന്ന ലോക്കൽ ചർച്ച് ഞാൻ പോകുമായിരുന്നു വളരെ സന്തോഷത്തോടെ. അത് തമിഴ് ചർച്ചാണോ അതോ ഇംഗ്ലീഷ്? അതൊരു ബ്ലാക്ക് ഓ, ചർച്ചായിരുന്നു. ബ്ലാക്ക് ചർച്ച്. ഓക്കെ. ബ്ലാക്ക് ചർച്ച്, ശ്രീലങ്കൻ പാസ്റ്റർ. ഓക്കെ. അത് ആദ്യം നാൾ നിന്നില്ല, ഓക്കെ. പുള്ളിക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നു. ഓക്കെ. ഓക്കെ. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഞാൻ ഹൈവേക്കത്താണ് ആദ്യം ഇറങ്ങുന്നത്. സ്വീകരണം വളരെ മനോഹരമായിരുന്നു. ഓക്കെ. അന്ന് യു കെയിലെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഓവർസീർ ആയിരുന്ന ഒരു ബ്ലാക്ക്, അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു. ഓ. അതിന് പകരം ഇദ്ദേഹത്തെ ഏൽപ്പിച്ചതാണ്. ഓക്കെ. ഓക്കെ. അത് വളരെ നല്ല ഒരു ഓർമ്മകളാണ് അന്നത്തെ 85-ലെ ഓർമ്മകൾ. 85. ഓക്കെ. പാസ്റ്ററുടെ ഫാമിലിയെ പറ്റി, അതായത് പാസ്റ്ററുടെ പേരൻസ്, പാസ്റ്ററുടെ ഗ്രാൻഡ് പേരൻസ്, അവരെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. പാസ്റ്ററുടെ ഗ്രാൻഡ് പേരൻ്റ് പാസ്റ്ററാണ്. പ്രിയ കുക്ക് സാഹിബുമായിട്ട് ചേർന്ന് ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത്, നാട്ടിൽ തുടക്കം കുറിച്ചത് 1920s, ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ, അതായത് കേരളത്തിൽ, ഭാരതത്തിൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ചുക്കാൻ പിടിച്ചത് പാസ്റ്ററുടെ പ്രിയ വന്യ പിതാവിൻ്റെ മാതാവിൻ്റെ പിതാവ്, അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ. അവരെ പറ്റിയുള്ള ഓർമ്മകൾ ഒന്ന് പാസ്റ്റർ ഒരുപക്ഷെ അവരെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും തീർച്ചയായും കണ്ടിട്ടുണ്ട്. ഞാൻ അവരുടെ കൂടെ വളർന്നത്. ഓ, ഓക്കെ. ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ വളർന്നത്. ഓക്കെ. എൻ്റെ ഗ്രാൻഡ് ഫാദർ പരേതനായ പാസ്റ്റർ TM വർഗീസ് എന്ന് പറയും. വർഗീസ്. പഴയ തലമുറയ്ക്കൊക്കെ അറിയാം. അദ്ദേഹം ഒരു കോട്ടയം മിസ് ബേക്കർ ഹൈസ്കൂളിലെ ടീച്ചറായിരുന്നു അക്കാലത്ത്, ഓക്കെ. 1920s. അങ്ങനെ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദൈവവിളി ഉണ്ടായി. നീ ഈ വേല വിട്ട്, മർത്തോമ സമുദായമായിരുന്നു, വേല വിട്ട് എൻ്റെ സുവിശേഷ വേലയ്ക്കായിട്ട്, എൻ്റെ പ്രവർത്തനത്തായിട്ട് വയലിലേക്ക് ഇറങ്ങുക എന്ന് വിളി. അപ്പോൾ ആ ദർശനം ഉണ്ടായപ്പോൾ ഒരു രാത്രിയാണ്. അന്നത്തെ മദാമയോട് എന്ന് പറഞ്ഞു, പ്രിൻസിപ്പൽ മദാമയോട് പറഞ്ഞു, ഐ ആം റിസൈനിങ്, ഐ ഹാവ് ടു ഗോ, ഞാൻ റിസൈൻ ചെയ്ത് പോകണം. അപ്പോൾ അവർ പറഞ്ഞു, പോകരുത് വർഗീസ്, ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു ടീച്ചറാണ് താങ്കൾ, ഇട്ടിട്ട് പോകരുത്. അപ്പം ഗേൾസ് ഹൈസ്കൂളായിരുന്നു. ഞാൻ ആ സ്കൂളിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് പോയി വിസിറ്റ് ചെയ്തു, മിസ് ബേക്കർ സ്കൂൾ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു അവരുടെ 200 ഇയേഴ്സിൻ്റെ സെലിബ്രേഷൻ ആയിരുന്നു, എന്തെങ്കിലുമൊക്കെ എഴുതി തന്നെ ഞങ്ങൾ ഇടാമെന്നൊക്കെ പറഞ്ഞു. പറ്റിയില്ല. എൻ്റെ ഗ്രാൻഡ് ഫാദർ TM വർഗീസ് ഇങ്ങനെ ഈ ദർശനം കണ്ടപ്പോൾ ചെന്ന് റിസൈൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ സമ്മതിച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഈ ദർശനം ഉണ്ടായി, യു ഹാവ് ടു ലീവ് നൗ. അപ്പോൾ അദ്ദേഹം ഈ പാട്ട് പാടിക്കൊണ്ടാണ് ജോലി റിസൈൻ ചെയ്യുന്നത്. വേർ ഹി ലീഡ്സ് മീ ഐ വിൽ ഫോളോ, ഐ വിൽ ഗോ വിത്ത് ഹിം ഓൾ ദ വേ. അങ്ങനെ റിസൈൻ ചെയ്തു, വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് വലിയ പ്രതികൂലം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എൻ്റെ വലിയപ്പച്ചനും വലിയമ്മച്ചിയും മൂത്ത അമ്മാച്ചൻ, അതായത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മകനുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. പോയിട്ട് ഒരു കട എവിടെയോ വാടക കിട്ടി, അത് താമസിച്ചു. അന്നൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള സമയമാണ്. 1920s കാര്യങ്ങൾ, 1920s 100 കൊല്ലങ്ങൾ മുമ്പുള്ള കാര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുക്ക് സാഹിബ് കേരളത്തിൽ വരുന്നത്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളായിരിക്കുന്ന ബ്ലോസം കുക്ക്, ഓ യാ പിന്നെ അദ്ദേഹത്തിൻ്റെ മോളാണ് ജോർജ് കുക്ക്, ഈ രണ്ടുപേരെ മലയാളം പഠിപ്പിക്കാനായിട്ട് ഒരു അധ്യാപകനെ കുക്ക് സാഹിബ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് നമ്മുടെ കേരള പെന്തക്കോസ്ത് ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ബ്ലോസത്തെ മലയാളം മലയാളം പഠിപ്പിക്കാൻ. പഠിപ്പിച്ചു. ഓ ഓക്കെ. എന്നിട്ട് അതിൻ്റെ കഥ എങ്ങനെയാണ്? ആ മലയാളം പഠിപ്പിക്കാനായിട്ട് ഈ കുക്ക് സാഹിബ് എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഹയർ ചെയ്തു. ഓ ഓക്കെ. അപ്പോൾ ഒരു ചെറിയ ഇൻകം കിട്ടുമായിരുന്നു. ഓക്കെ. അപ്പം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ വഴികൾ നോക്കിക്കണം. അപ്പോൾ ഇവർ ഈ കുക്ക് സാഹിബിൻ്റെ മക്കൾ ഈ മലയാളം പഠിക്കും. ഇപ്പം കുക്ക് സാഹിബിൻ്റെ ഒരു മോനെ എനിക്ക് ഒരു കത്തെഴുതിയായിരുന്നു. ഓ. നിൻ്റെ ഗ്രാൻഡ് ഫാദറാണ് എന്നെ മലയാളം പഠിപ്പിച്ചത്. ആഹാ. പൂച്ച മലയാളത്തിലാണോ എഴുതി തന്നെ? മലയാളത്തിൽ തന്നെ. ആഹാ. പൂച്ചട്ടി, എൻ്റെ ഗ്രാൻഡ് ഫാദർ വൺ ഓഫ് ദ ബെസ്റ്റ് ടീച്ചേഴ്സ് എന്നൊക്കെ അതെപ്പോഴായിരുന്നു പാസ്റ്റർ ആ ഒരു ആ ലെറ്റർ? ലെറ്റർ എഴുതി 1993 എനിക്ക് എഴുതി. അപ്പച്ചൻ്റെ ഒരു പുസ്തകം ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതിൻ്റെ അവതാരിക എഴുതാനായിട്ട് ഈ ജോർജ് കുക്കിനോട് ആവശ്യപ്പെട്ടു. ഓക്കെ. അദ്ദേഹം മലയാളത്തിൽ എഴുതി തന്നു. ഓക്കെ. നല്ല കൈ. ജോർജ് കുക്ക് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും അമേരിക്കയിൽ മരിച്ചുപോയി. അദ്ദേഹം 2000 സംതിങ് മരിച്ചുപോയി. ഓക്കെ. നല്ല ഓർമ്മ. ഈ മക്കൾ മലയാളം പഠിച്ചെങ്കിൽ തന്നെയും ഈ ജോർജ് കുക്കും ബ്ലോസം കുക്കും എന്ത് ചെയ്തു, പഠിക്കുന്നതിനിടയ്ക്ക് അപ്പച്ചനെ സുവിശേഷം അറിയിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്കും വിശ്വാസ സ്നാനത്തിലേക്കും നയിച്ചു. അത് ശരി. ഇപ്പൊ കുക്ക് സാഹിബിന്റെ മക്കളാണ് അപ്പച്ചനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. ഓ, ആണ് ഈ മലയാളം പഠിപ്പിക്കാനായിട്ട് വന്നതാ. ഹി വാസ് ടീച്ചിങ് ദം മലയാളം, ബട്ട് ദേ വർ ടീച്ചിങ് ഹിം ദ വാട്ടർ ബാപ്റ്റിസം. അങ്ങനെ സ്നാനമേൽക്കുവാൻ തീരുമാനിച്ചു. നാടെല്ലാം ഇളകി, മർത്തോമക്കാരും ഇളകി, വലിയ ബുദ്ധിമുട്ടുണ്ടാകും. സായിപ്പ് തന്നെ ഒരു സ്നാനത്തൊട്ടി ഇന്ന് സിയോങ്കുന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അതിപ്പോഴും ഉണ്ട്. അതിൻ്റെ സ്നാനത്തൊട്ടി 100 കൊല്ലം മുമ്പ് ഉണ്ട്. ഇപ്പോഴും ഉണ്ടത്. ഓക്കെ. അപ്പച്ചന് വേണ്ടി ഒരു സ്നാനത്തൊട്ടി ഉണ്ടാക്കി അതിൽ സ്നാനപ്പെടുത്തി ആദ്യത്തെ സ്നാനമാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സ്നാനക്കുളത്തിൽ സ്നാനപ്പെട്ട ആദ്യത്തെ വ്യക്തി ഒരു പക്ഷേ പെന്തക്കോസ്ത് ചരിത്രത്തിലുള്ളത്. ഉണ്ട്. ഞാനത് വായിച്ചു. ആദ്യത്തെ സ്നാനത്തൊട്ടിയാണെന്ന് പറഞ്ഞ് ഈയിടെ ന്യൂസ് കണ്ടു. അങ്ങനെയാണ് ഗ്രാൻഡ് ഫാദർ. എൻ്റെ മദറും ഒക്കെ കുക്ക് സാഹിബിൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു ബൈബിൾ കോളേജിൽ. ഓക്കെ. എന്നെ വിവാഹം നടന്നു. ആ വിവാഹം എൻ്റെ ഫാദർ കീഴ്വായ്പൂർ സ്വദേശിയാണ്. പാസ്റ്റർ ഫാദറിനെ പറ്റി ഞാൻ കണ്ടു. ചർച്ചക്കോടിൻ്റെ മുൻ ഓവർസിയറായിട്ട് കീഴ്വായ്പൂർ സ്വദേശിയായിരുന്നു. ഉണ്ണൂണി സാറിൻ്റെ കെ ഇബ്രാഹിം സാറിൻ്റെ ശിഷ്യനായിരുന്നു. ഓക്കെ. അപ്പം കുമ്പനാട്ടാണ് ബൈബിൾ കോളേജ് പഠിച്ചതും. ഞാനവിടെ ഒരു ചില വർഷങ്ങൾക്ക് ഒരു ചാപ്പൽ സർവീസ് നിന്നപ്പോൾ പാസ്റ്റർ MB വർഗീസ് എന്നോട് പറയും, മോനെ നിൻ്റെ പപ്പായായിരുന്നു കെ ഇബ്രാഹിം സാറിൻ്റെ ഏറ്റവും ഉത്തമ ശിഷ്യൻ. അവൻ ഞാൻ പ്രൗഡ് ടു ഹിയർ ദാറ്റ്. കാരണം വളരെ സന്തോഷം തോന്നി അങ്ങനെ കേട്ടപ്പോൾ. അപ്പം അങ്ങനെ ഗ്രൂമിങ് വന്ന ഒരു ദൈവദാസനായിരുന്നു എൻ്റെ ഫാദർ PC ചാക്കോ. ഏത് കാലഘട്ടത്തിലായിരുന്നു ചർച്ചക്കോടിൻ്റെ ഓവർസിയറായിട്ടിരുന്നത്? അദ്ദേഹം ചർച്ചക്കോടിൻ്റെ ഓവർസിയറായിരിക്കുന്ന 1968 to 72 68-70 കാലഘട്ടങ്ങളിൽ. അതായത് ഓൾമോസ്റ്റ് 50 കൊല്ലം മുമ്പ്. 72 മരിച്ചുപോയി. 72 എൻ്റെ ഫാദർ ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന ആളെ മരുന്ന് ഉപയോഗിക്കത്തില്ല. ഓക്കെ. 44-ാമത്തെ വയസ്സിൽ 44-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ഓക്കെ. നിങ്ങൾക്ക് എത്ര സഹോദരങ്ങളാ പാസ്റ്റർക്ക്? എനിക്ക് ഒരു സിസ്റ്ററും ഒരു ബ്രദറും, രണ്ടുപേരും ഇളയതാണ്. പാസ്റ്ററാണ് മൂത്ത മകൻ. ഞാനാ മൂത്ത്. ഓക്കെ. ഓക്കെ. പാസ്റ്ററുടെ ജനനവും ബാല്യവും എവിടെയാണ് ജനിച്ചത്, വളർന്നത്, അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു. ഞാൻ കീഴ്വായ്പൂർ എന്ന ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. മല്ലപ്പള്ളിക്കടുത്ത് കീഴ്വായ്പൂർ. ഞങ്ങളുടെ ഒരു കുഗ്രാമമായിരുന്നു. ഓക്കെ. ആ കുഗ്രാമം എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന മല്ലപ്പള്ളി CMS ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഹൈസ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അധ്യാപകന് ഒരു മലയാളം പഠിപ്പിക്കുകയായിരുന്നു. CSIയിലെ ഒരു അച്ഛനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നെ ഒഫീഷ്യൽ പേര് PC കുര്യൻ എന്നാണ്. PC കുര്യൻ്റെ വീട് ഒരു കുഗ്രാമത്തിലാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, കുഗ്രാമത്തിൻ്റെ അർത്ഥം അറിയാമെന്ന് ചോദിച്ചു. PC കുര്യനോട് ചോദിച്ചാൽ മതി. എന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ വഴിയൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അതുപോലെ വഴിയൊന്നുമില്ല, വണ്ടിയൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. അവിടെ ജനിച്ചു വളർന്നു. ഞാനൊരു പ്രൈമറി സ്കൂൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു സ്കൂളിൽ പോയി. ഹൈസ്കൂള് എൻ്റെ പിതാക്കന്മാരൊക്കെ പഠിച്ച CMS ഹൈസ്കൂൾ മല്ലപ്പള്ളി ഞാൻ പഠിച്ചു. ഓക്കെ. അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ സൺഡേ സ്കൂളിൽ പോവുകയും മീറ്റിങ്ങിന് പോവുകയും ആ ഒരു അനുഭവത്തിലായിരുന്നു. പാസ്റ്ററിനെ ചർച്ച് ഓഫ് ഗോഡ് ആണല്ലോ UK-യിലേക്ക് അയച്ചെന്ന് പാസ്റ്റർ പറഞ്ഞല്ലോ. അതൊരു സഭാ സ്ഥാപനത്തിൻ്റെ അതിൻ്റെ കാര്യത്തിന് വേണ്ടിയായിരുന്നു, അതോ എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? പിന്നെ ഇവിടെ വന്നിട്ട് പാസ്റ്ററിൻ്റെ മിനിസ്ട്രി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? പാസ്റ്റർ പറഞ്ഞൊരു ശ്രീലങ്കൻ പാസ്റ്റർ കൊണ്ടുവന്നു, ഒരു ബ്ലാക്ക് ചർച്ച് ആയിരുന്നു. പിന്നെ അവിടുന്ന് എങ്ങനെയാണ് പാസ്റ്റർ ഇവോൾവ് ചെയ്ത് ഇങ്ങനെ വന്നത്? ഗുഡ് ക്വസ്റ്റ്യൻ. 1983 സൗത്ത് ഹോളിൽ ചർച്ച് ഗോഡ് അയച്ച ഒരു മിഷണറി, മലയാളി മിഷണറി ഉണ്ടായിരുന്നു. അദ്ദേഹം 2 വർഷം കഴിഞ്ഞ് പുള്ളിയുടെ
പുള്ളിക്ക് ഇവിടെ അല്ല മിനിസ്ട്രി എന്ന് തോന്നി അദ്ദേഹം അമേരിക്കയിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ വേറൊരു ആളെ നോക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ പേര് വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ആർ യു വില്ലിങ് ടു കം? ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിനോട് പറഞ്ഞിരിക്കുന്നത് വേർ എവർ യു ലീഡ് മീ ഐ വിൽ ഗോ. എൻ്റെ ഫോക്കസ് നോർത്ത് ഇന്ത്യ ആയിരുന്നു. ഞാൻ കോളേജിൽ 2 വർഷം ഹിന്ദിയാണ് പഠിച്ചത്. അപ്പോൾ പഠിച്ചപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോയി സുവിശേഷീകരിക്കാമെന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഈ സൗത്തോളം എന്ന സ്ഥലം ഇംഗ്ലണ്ടിൻ്റെ നോർത്ത് ഇന്ത്യയാണ്. അതെ അതെ കണ്ടറിയും, ചുറ്റുപാടും പഞ്ചാബികളും പാകിസ്ഥാനും. അപ്പോൾ അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല. അങ്ങനെ 1985 ഇവിടെ കൊണ്ടുവന്നു. വന്ന സമയത്ത് ഇവിടെ മലയാളികളെന്ന് പറഞ്ഞ് വിശ്വാസികളായിട്ട് ആരുമില്ലായിരുന്നു. 2-3 വിശ്വാസികൾ അവിടെ ഇവിടങ്ങളായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചർച്ചിലൊന്നും വരാത്തക്കൊണ്ട് ആരുമില്ല. ചർച്ചേ ഇല്ലായിരുന്നു. ഒരു വാടകയ്ക്ക് ഒരു ബിൽഡിംഗ് എടുത്തിരുന്നു ഇവിടെ സൗത്ത് ടൗൺ ഹാൾ എന്ന് പറയും. ഇപ്പോഴും ആ ബിൽഡിംഗ് ഉണ്ട്. അന്ന് കുറച്ച് വിശ്വാസികളൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, ആരുമില്ല. ഞാൻ തനിയെ അവിടെ പോയി 3 മാസം എല്ലാ ഞായറാഴ്ചയും പോയിരുന്ന് എൻ്റെ കയ്യിൽ 9 പാഠ്യപുസ്തകം ഉണ്ടായിരുന്നു. ആ പാഠ്യപുസ്തകം ഓരോ ചെയറിലും വെച്ചിട്ട്. ഇത് ഏത് വർഷത്തെ കാര്യം? 1985 സ്റ്റിൽ 40 years ബാക്ക്. ഞാൻ തനിയെ ആ പുസ്തകമെല്ലാം പാഠ്യപുസ്തകം എല്ലാം ചെയറിൽ വെച്ചിട്ട് ഞാൻ ഒരു ടേബിളിന് പുറകിൽ നിന്നിട്ട് ബൈബിൾ വായിക്കും. ആരോടുമില്ല, അവിടെ ഒരു മനുഷ്യനുമില്ല. ബൈബിൾ വായിച്ച് ആംഗ്യം കാണിച്ച് ഇങ്ങനെ പ്രസംഗിക്കും. ആളുകൾ ഇരിപ്പുണ്ടെന്ന രീതിക്ക്. എന്നിട്ട് ഞാൻ ഓരോ ബുക്കും വെക്കും. കർത്താവ്, എനിക്ക് ഈ ചെയറിലൊരു ആത്മാവിനെ തരണമേ, ഇവിടെ ഒരു ആത്മാവിനെ തരണമേ, ഇവിടെ ആത്മാവിനെ തരണമേ. പകലെല്ലാം ഞാൻ ട്രാക്റ്റ് വിതരണമായിട്ട് ഞാനിങ്ങനെ ഓരോ വീടുകൾ തോറും നടന്ന് ലെറ്റർ ബോക്സ് ഡെലിവറി നടത്തുമായിരുന്നു. ഇന്നും എനിക്കിഷ്ടമുള്ള ജോലിയാണത്. വീടുകൾ തോറും നടന്ന് ഇത് ട്രാക്റ്റ് ഇടുക. അങ്ങനെ ഇട്ട് ഒരാൾ കയറി വന്നു. അപ്പോൾ ഒരാൾ കയറി വന്നിട്ട് ചോദിച്ചു, ഈസ് ദർ എ ചർച്ച് ഹിയർ? ഞാൻ പറഞ്ഞു, ഉണ്ടെന്നും ഇല്ലെന്നും പറയാം, ഞാൻ തന്നെ ഉള്ളൂ. അതൊരു ഏത് ഭാഷക്കാരനാണ്? ആ കയറി വന്നപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ആദ്യം. വന്ന് അത് ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടാണ് വന്നത്. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, കുര്യൻ എന്ന പേര് കണ്ടാണ് ഞാൻ വന്നത്, ഇത് മലയാളിക്ക് ഉള്ളെന്നറിയാം. ആ അങ്കിൾ, അയ്യോ മലയാളി. അപ്പോൾ ഒരു സ്ട്രേഞ്ച് രാജ്യത്ത് ഒരു മലയാളിയെ കണ്ടപ്പോൾ സന്തോഷം. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ എന്നായിരുന്നു, ട്രിവാൻഡ്രംകാരനായിരുന്നു. അദ്ദേഹം മരണം വരെ നമ്മുടെ ചർച്ചിലെ മെമ്പറായിരുന്നു. അങ്ങനെ ആദ്യത്തെ മെമ്പർ വന്ന്. അത് കഴിഞ്ഞൊരു മാസങ്ങളോളം ഞാനും അങ്കിളും എൻ്റെ വൈഫും മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ മാസങ്ങൾ ഞങ്ങൾ ഒഴിഞ്ഞ കസേരയുമായിട്ടിരുന്ന് ഞാനും അങ്കിളും ഞങ്ങളിന്ന് പ്രാർത്ഥിച്ചു. ആരംഭ സമയത്ത് ഞങ്ങൾക്ക് പ്രതികൂലമെന്ന് പറയാനായിട്ട് ഇവിടെയുള്ള ഇംഗ്ലീഷ് ചർച്ചുകളൊക്കെ ഞാൻ ഇവർ ഫ്രറ്റേണൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പാസ്റ്റേഴ്സിൻ്റെ അച്ഛന്മാരെല്ലാം കൂടെ ചേർന്ന് എന്നെ ഒരു മീറ്റിംഗിൽ കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഒഫൻസീവായിട്ട് തോന്നിയ ഒരു കാര്യം, അതിലൊരു വെള്ളക്കാരൻ പാസ്റ്റർ ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ വിച്ച് വി കനോട്ട് ഡു? ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം നീ എന്താ അവിടെ ചെയ്യുന്നത് ചോദിച്ചു. അപ്പോൾ എന്നെ ഒരു ഒറ്റപ്പെടുത്തിയ രീതിയിൽ എനിക്ക് തോന്നി. പാസ്റ്റർ മാത്രമേ ഉള്ളൂ അതിനകത്ത് ഇന്ത്യക്കാരനായിട്ട് വേറെ 1-2 പേരുണ്ട്. അവർ നോർത്ത് ഇന്ത്യൻസാണ്. പക്ഷെ ഞാനൊരു ഫ്രഷ് ബോയ് ഇവിടെ വന്നപ്പോൾ എനിക്കന്ന് 28 വയസ്സേ ഉള്ളൂ. അപ്പോൾ യങ് മാൻ, ഒത്തിരി മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ അവർക്കൊരു ത്രെട്ടായിട്ട് തോന്നി. അപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞു, ഐ തിങ്ക് ഐ ക്യാൻ ഡു സംതിങ് വിച്ച് യു കനോട്ട് ഡു എന്ന് ഞാൻ എടുത്ത് പറയുകയുണ്ടായി. അതോടെ ആ മീറ്റിങ്ങിന് പോവുകയാണ് നിർത്തി. കാരണം നമ്മളെ വേണ്ടാത്ത ഒരാളായിട്ട് കണ്ടു. പക്ഷേ ഞാനിങ്ങനെ വീടുകളോട് നടന്ന് ട്രാക്റ്റ് ഇടുകയും ആരംഭ സമയങ്ങളിൽ നമുക്കൊരു 3 പെന്തക്കോസ്റ്റൽ മലയാളി ഫാമിലീസ് ഇവിടെ ഉണ്ടായിരുന്നു. അവർ സിംഗപ്പൂരിൽ നിന്ന് മുൻപ് വന്നവരാണ്. ഒരു ജോണച്ചാന്, ഒരു ജോയ് ചാന്, ഒരു ബേബി ചാന്. കേട്ടിട്ടുണ്ട്. അവരെല്ലാവരും മരിച്ചുപോയി. അതാണോ? അല്ലല്ല, അവരൊക്കെ പിന്നെ വന്നവരാ. പെരേരാങ്ക് നമ്മുടെ ചർച്ച നമ്മൾ സ്ഥാനപ്പെടുത്തി. അവരൊക്കെ അറിയാമല്ലേ? കേട്ടിട്ടുണ്ട്, അവരെ കേട്ടിട്ടുണ്ട്. ഈ മറ്റേ അച്ചായന്മാർ 1985 മുതൽ, അവരിവിടെ 1970s മുതലുള്ളവരാ. അവർ ഇംഗ്ലീഷ് അസംബ്ലി സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നവരാണ്. അപ്പോൾ അവരെനിക്ക് വലിയ കൈത്താങ്ങളായിരുന്നു. അവർ പറഞ്ഞു, പാസ്റ്റർ, ഗോഡ് ഈസ് ഗുഡ്, ഗോഡ് ബ്ലെസ് യു, ബട്ട് വി ആർ കമ്മിറ്റഡ് ടു ഇംഗ്ലീഷ് ചർച്ച്. ഞാൻ പറഞ്ഞു, നോ അച്ഛാ, പ്രോബ്ലം അച്ഛാ, ഒരു കുഴപ്പമില്ല. പക്ഷേ ദേ വർ സപ്പോർട്ടിങ് അസ്. അപ്പോൾ ആരംഭ സമയങ്ങളിൽ 0 തുടങ്ങി ഞങ്ങൾ ഒരാൾ വന്നു, പിന്നെ ഒരു ബ്ലാക്ക് ഫാമിലി കയറി വന്നു. വരുന്നവർക്കെല്ലാം നമ്മൾ ഇരിക്കുന്ന കൊച്ചു ഹാളാണ്, അതിനകത്ത് ദൈവ സാന്നിധ്യം അങ്ങ് അനുഭവപ്പെടുക. ഞാൻ പറഞ്ഞു, ഇവിടെ പ്രസംഗമില്ല, പാട്ടിലൊന്നുമില്ല. പാസ്റ്റർ, വി ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഹിയർ. അങ്ങനെ ഒരിക്കലും ഒരു ലേഡി വന്നിട്ട് അവർ കരഞ്ഞുകൊണ്ട് പാപം ഏറ്റു പറഞ്ഞു. ഇത് നമ്മുടെ ഏർലി ഡേയ്സാണ്. നത്തിങ് ഓഫ് അസ്. എൻ്റെ ഇംഗ്ലീഷ് പോലും നല്ലപോലെ ഡെവലപ്പായിട്ടില്ല. നമ്മൾ ചെറിയതായ വചനം വായിക്കും, കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഗോഡ് വാസ് വിത്ത് അസ് ഫ്രം ദ ബിഗിനിങ്. അതൊരു വലിയ ടെസ്റ്റിമണി ആണല്ലോ. ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചിട്ട്, പാസ്റ്റർ എങ്ങനെയാണ് ഈ സുവിശേഷത്തിന് വേണ്ടി സമർപ്പിതനായത്? കാരണം ഒരു ദേവദാസൻ്റെ മകൻ, കാരണം ഞങ്ങൾ ദേവദാസന്മാരുടെ മക്കളാണ്. ദേവദാസന്മാരുടെ മക്കൾ ദൈവവേലയ്ക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യം. കാരണം പിതാക്കന്മാർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ കണ്ടു വളരുന്ന ഒരു മകൻ ഒരിക്കലും സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കാൻ പാടാണ്.
പക്ഷേ പാസ്റ്ററെ അതിലേക്ക് എന്താണ് നയിച്ചത്, അങ്ങനെ ഒരു ദൈവവിളിയിലേക്കും ഈ സുവിശേഷ വേലയിലേക്കും? ഒരിക്കലും ഒരു പാസ്റ്ററാകാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. സുവിശേഷ വേലയോട് താല്പര്യം. നിങ്ങളും പാസ്റ്റേഴ്സിൻ്റെ മക്കളായതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതെ. ഞാനൊരു 3-ാം തലമുറ പെന്റക്കോസ്റ്റൽ ഇതുള്ളതുകൊണ്ട് പറയുകയാണ്. കാരണം കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ തന്നെയും എനിക്ക് ഈ പാസ്റ്റോർ ശുശ്രൂഷ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ എൻ്റെ PDC കഴിഞ്ഞ സമയത്ത് ഒരു വഴിത്തിരിവ് എനിക്കുണ്ടായി. ജീവിതത്തിൽ വലിയൊരു നിരാശയുണ്ടായി. PDC കഴിഞ്ഞ സമയത്താണ് എൻ്റെ SSLC കഴിയുമ്പോഴാണ് എൻ്റെ പപ്പ മരിക്കുന്നത്. അന്ന് മുതൽ എനിക്കൊരു നിരാശയുണ്ടായി. എൻ്റെ ഗ്രാൻഡ് ഫാദർ പാസ്റ്റർ TM വർഗീസിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ഞാൻ പഠിക്കുന്നത്. പക്ഷെ അവരെന്ത് സഹായം ചെയ്യാനും ഏത് രീതിയിലും മുമ്പോട്ട് പോകാനും എന്നോട് പറഞ്ഞു, നീ ഒരു മാസ്റ്റർ ഓഫ് ഡിഗ്രി എടുക്കാതെ ഒന്നിനും പോകരുതെന്ന് പറയുകയുണ്ടായി. ഈ 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു നിരാശയുണ്ടായി. എനിക്ക് ഫാദറിലല്ലോ ഒരു വിഷമം, വല്ലാത്തൊരു ഡിപ്രഷൻ ഇതിലേക്കുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പരേതനായ പാസ്റ്റർ MB ചാക്കോ കേട്ടിട്ടുണ്ടോ? എൻ്റെ മെൻറ്ററാണ്. എൻ്റെ മെൻറ്റർ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, മോനെ, ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു പ്ലാനുണ്ട്, നിനക്കറിയാമോ? നീ പഠിത്തമൊക്കെ നിർത്തി. ഞാൻ പറഞ്ഞു, പഠിത്തം നിർത്തി, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്ക് പഠിക്കാനൊന്നും ആഗ്രഹമില്ലെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ചോദ്യം ചോദിച്ചു, നിനക്ക് ബൈബിൾ സ്കൂളിൽ വരാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറയണമെന്ന് എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെങ്കിൽ അദ്ദേഹം പറയുകയും യെസ് എന്ന് പറഞ്ഞു. യെസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, അബദ്ധമായല്ലോ എന്ന് വിചാരിച്ചു പോയി. പോകാൻ ആഗ്രഹമില്ലാത്തൊരു കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം വളരെ ക്ലെവറായിരുന്നു. പറഞ്ഞു, മോനെ എന്നാൽ തിങ്കളാഴ്ച കാണാൻ കേട്ടോ എന്ന് പറയുകയും ചെയ്തു. MB ചാക്കോ സാർ എവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പം MB ചാക്കോ സാർ അന്ന് ചർച്ചക്കോട് ബൈബിൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. ഓക്കെ. 1974. ഓക്കെ. അപ്പം അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അന്ന് ചെറിയ മീശയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പഠിച്ചു ചെന്നു. കൃതാവൊക്കെ ചെറുതാവട്ടെ, അന്നത്തെ ഒരു അതൊക്കെ വെട്ടി അവിടെ ചെന്നപ്പോൾ എന്നെ സ്വീകരിച്ചു. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ്. ആ ബൈബിൾ സ്കൂളിൽ വെച്ച് ചിട്ടകളുണ്ട്. രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം, 1 മണിക്കൂർ പ്രയർ, ബൈബിൾ വായന, പഠനം എല്ലാം കഴിഞ്ഞിട്ട് ഒരു ചിട്ട വന്നു ജീവിതത്തിൽ. അവിടെ വെച്ച് ആത്മാഭിഷേകം പ്രാപിച്ചു. അന്നൊരു ഒരു ദൈവദാസനോട് പറഞ്ഞു, മകനെ, ഞാൻ നിന്നെ 5 വൻകരകളിൽ, ഇവിടെ നമ്മൾ കീഴ്വായ്പൂർ കര പോലും ശരിക്കും കണ്ടിട്ടില്ല, 5 വൻകരകളിലായി ഞാൻ സമർപ്പിച്ചു. അങ്ങനെയാണ് എൻ്റെ സുവിശേഷ വേലകൾ സമർപ്പണം. ഞാൻ തിരഞ്ഞെടുത്തതല്ല, ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. പക്ഷേ ഈ UK വരുന്നതിന് മുമ്പ് നാട്ടിൽ മിനിസ്ട്രിയോടനുബന്ധിച്ച് പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഉണ്ടായിരുന്നു. ഞാൻ ബൈബിൾ സ്കൂൾ പഠനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 1975 1-ാം വർഷം തന്നെ 2-ാം വർഷമായപ്പോൾ എന്നെ വെണ്ണിക്കുളം വാലാങ്കര എന്നൊരു സ്ഥലത്ത് തന്നെ ശുശ്രൂഷയ്ക്ക് അയച്ചു. അവിടെ ഒരു 20 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഓൾറെഡി എത്ര മെമ്പേഴ്സ് ഉള്ള സഭയായിരുന്നു? ഒരു കൊച്ചു സഭ. അവർ വീട്ടിൽ ആരാധിക്കുന്നത്. അവരെന്നെ അവിടുത്തെ ഒരു മോനെ പോലെ കരുതുന്നത്. അവിടെ വീക്കെൻഡിൽ പോയി താമസിക്കും. അവിടെ ശുശ്രൂഷിച്ചു. അതിനുശേഷം അന്നേരമൊക്കെ പ്രസംഗിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ്. എനിക്ക് ആൾക്കാരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കാനൊക്കെ വലിയ ഒരു ഷൈ ആയിരുന്നു. പക്ഷേ ഒരു ഷൈ പേഴ്സൺ. പക്ഷേ അവരെന്നെ റിയലി മെൻറ്റർ ചെയ്തെടുത്തു. അതിനുശേഷം അടുത്ത വർഷം ട്രാൻസ്ഫർ വന്നപ്പോഴത്തേക്ക് ഞാൻ MB ചാക്കോ സാറിൻ്റെ ചർച്ചിൽ തന്നെ എന്നെ കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഭാഷയായിട്ട് മാറി. അതേത് സഭ? ഇരവിപേരും ചർച്ച് പോകുന്നുണ്ട്. അപ്പോൾ അത് 1976 മുതൽ 1980 വരെ അവിടെയായിരുന്നു. അന്ന് പാസ്റ്റർ മാരീഡ് ആണോ, കുടുംബസ്ഥനാണോ? 1980 ഞാൻ മാരീഡ് ആകുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ തന്നെ നിൽക്കുമ്പോൾ അന്ന് ഞങ്ങൾ ഒത്തിരി പരസ്യങ്ങൾ നടത്തുകയും ഒത്തിരി ഒരു യൂത്ത് ഗാങ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ പോവുകയും അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള യോഗ എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരു പരിപ്പോടെയും ചായയൊക്കെ ഈ ചായക്കടയിൽ കിട്ടുമല്ലോ. അതൊരു സന്തോഷമാണ്. അതൊക്കെ വലിയ സന്തോഷമായിരുന്നു. അതിനുശേഷമാണ് പാസ്റ്റർ ഓസ്ട്രേലിയയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. 1980 വിവാഹം കഴിഞ്ഞോട്ടനെ തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, നീ കുറച്ചുകൂടെയൊക്കെ പഠിക്കണം. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് തോന്നി, കല്യാണം കഴിക്കാതെ വിട്ടാൽ ചിലരൊക്കെ പോയി മദാമയെ കെട്ടിക്കളയും. അതുകൊണ്ട് ഇവനെ നമുക്ക് കല്യാണം കഴിപ്പിച്ചു വിടണം. ഞാനങ്ങനെയുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ ആഗ്രഹമായിരുന്നു. എന്നെ വിവാഹം കഴിപ്പിച്ചു. ഞങ്ങൾ ഒന്നിച്ച് ഓസ്ട്രേലിയയിലെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കോമൺവെൽത്ത് ബൈബിൾ കോളേജിൽ ഞങ്ങൾ പോയി 3 വർഷം പഠിച്ചു. ഓസ്ട്രേലിയയിൽ എവിടെ ആയിരുന്നത്? സിഡ്നിക്കടുത്ത് കറ്റൂംബാലെ ബ്ലൂ മൗണ്ടൻസ് എന്ന് പറയുന്ന സ്ഥലം. ഞങ്ങളവിടെ വീണ്ടും വിസിറ്റ് ചെയ്തായിരുന്നു ഒരു പ്രാവശ്യം 10 വർഷം മുമ്പ്. വി ലവ് ദാറ്റ് പ്ലേസ്. അവിടെ നിന്നാണ് പാസ്റ്റർ നേരെ ഇങ്ങോട്ട് വന്നേ? അല്ല, ഓസ്ട്രേലിയയിൽ 3 വർഷം പഠിത്തം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ 2 സ്കൂളുകളായിട്ട് പഠിച്ചു. ഒരിടത്തൊരു ഡിപ്ലോമ കോഴ്സും ഒരിടത്തൊരു ഡിഗ്രി കോഴ്സും. ബ്രിസ്ബൻ എന്ന സ്ഥലത്താണ് 2ാമത് പഠിച്ചത് 1983. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരിട്ട് നാട്ടിൽ വന്നു വീണ്ടും ഇരവിപൂർ സഭയുടെ പാസ്റ്ററായി 1.5 വർഷം അവിടെ ആയിരുന്നു. അവിടെ ഇരിക്കുമ്പോഴാണ് ചർച്ച് ഓഫ് വേൾഡ് മിഷൻസ് പറഞ്ഞു, വി നീഡ് യു ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ 85 ഇങ്ങോട്ട് വരുന്നത്.
അപ്പം ഇത്ര വർഷങ്ങൾക്ക് മുന്നേ പാസ്റ്റർ ഈ രാജ്യത്ത് വരാനിടയായി. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ യു കെയിലേക്ക് ഇംഗ്ലണ്ടിലേക്ക് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു പാസ്റ്റേഴ്സായിട്ട് വരുന്നവർക്ക് ഒത്തിരിയൊന്നും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടാവത്തില്ല. കാരണം ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. കുറേയൊക്കെ ഡെവലപ്മെൻ്റ് ഉണ്ട്. ആളുകളുടെ കയ്യിൽ കാര്യങ്ങളൊക്കെ നടത്തുവാനുള്ള കാര്യങ്ങളെല്ലാം അവരവരുടെ കയ്യിലൊക്കെ തന്നെ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മിനിസ്ട്രി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ. പക്ഷേ ഇത്ര ഒരു 10-40 വർഷങ്ങൾക്ക് മുന്നേ ഈ രാജ്യത്തേക്ക് പാസ്റ്റർ ആദ്യമായി കാൽ ചവിട്ടിയപ്പം ഒരുപക്ഷെ ഒത്തിരി ഡിഫിക്കൽട്ടീസോ അല്ലെങ്കിൽ ഒത്തിരി സ്ട്രഗിൾസ് അല്ലെങ്കിൽ എങ്ങനെയാണ് പാസ്റ്റർ അതിനൊന്ന് വിവരിക്കുന്നത്? പാസ്റ്ററിൻ്റെ ഒരു അനുഭവ സാക്ഷ്യങ്ങൾ, പാസ്റ്റർ ഫേസ് ചെയ്ത സ്ട്രഗിൾസ് എന്തൊക്കെയായിരുന്നു? നമുക്ക് പ്രധാനമായിട്ടും നാട്ടിൽ നല്ല ത്രൈവിങ് ചർച്ചിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഇരുവരൊക്കെ ഒത്തിരി യങ്സ്റ്റേഴ്സും ഒത്തിരി പ്രോഗ്രാമും അതിനിടയ്ക്ക് ഇവിടെ വന്നപ്പം ഈ ഫിലിപ്പോസിനെ ശമരിയയിലെ ഉണർവിൽ നിന്നും പെട്ടെന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ അനുഭവമായിരുന്നു. ഇവിടോട്ട് വന്ന് ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, വിശ്വാസികളിലൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ ജോണച്ചാനും ബേബിച്ചാനും ജോയിച്ചാനും അവരുടെ ഒരു മലയാളം ഫെലോഷിപ്പ് നടത്തുന്നുണ്ടായിരുന്നു. അതൊരു നേരത്തെ തന്നെ നടത്തിക്കൊണ്ടിരുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു പാസ്റ്റർ വന്ന് ഇനി മുതൽ നടത്തണം. അങ്ങനെ വേറെ പാസ്റ്റർ ഒന്നും ഇല്ലായിരുന്നു? ഇല്ലില്ല, ഇവർ തന്നെ സഹോദരന്മാർ തന്നെ നടത്തിക്കൊണ്ട്. അപ്പം ഞാൻ വന്നപ്പോൾ എന്നെ ഫലമേൽപ്പിച്ചു. അപ്പോൾ ഞാനത് 1998 വരെ തന്നെ ചെയ്തു. ഓക്കെ. പിന്നെ അപ്പോഴത്തേക്കും ഇവിടെ ചർച്ച് വലുതായി, എനിക്ക് കമ്മിറ്റ് ചെയ്യാനൊക്കാതെ വന്നു. അങ്ങനെ പ്രാരംഭ സമയത്ത് വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആത്മാക്കളെ നേടുവാനുള്ളതായ വിഷമങ്ങൾ, അതിനുള്ള സ്ട്രാറ്റജീസ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വന്നു, ഓസ്ട്രേലിയയിൽ ബൈബിൾ കോളേജ് പഠിച്ചെങ്കിൽ തന്നെയും ഒരു മൾട്ടി കൾച്ചറൽ ഇവാഞ്ചലിസത്തിന് വേണ്ടി നമ്മളെ നിയമിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ ട്രെയിനിങ്, ഫോമൽ ട്രെയിനിങ് എനിക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്തു, ലവിങ് പീപ്പിൾ ജസ്റ്റ് ദ വേ ആസ് ദേ ആർ. ജനത്തെ അവരായിരിക്കുന്ന ആ രീതിയിൽ തന്നെ സ്നേഹിക്കുക. നമ്മളൊക്കെ വാല്യൂ ദം, അക്സെപ്റ്റ് ദം ആസ് ദേ ആർ. ദാറ്റ് ഈസ് എ കീ പോയിൻ്റ് ഇൻ മൈ ലൈഫ് ഈവൻ നൗ. ഇപ്പോഴും നമ്മൾ അവരെ എന്നെപ്പോലെ ആക്കാൻ ശ്രമിക്കാതെ യേശുവിൻ്റെ കണ്ണുകളോടെ അവരെ കാണുക. കണ്ടിട്ട് അവരുടെ ആയിരിക്കുന്ന സ്ഥാനത്ത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന വചനം കൊണ്ടും നമ്മുടെ ജീവിത രീതി കൊണ്ടും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടായി വിശ്വാസത്തിലേക്ക് വരണം. ഇന്നും എൻ്റെ പ്രിൻസിപ്പിൾ അതാണ്. Don't put the gospel down the throat of anybody. Just present yourself as a Christian, as a follower of Jesus. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുന്നത് തന്നെ ആരും വരുന്നില്ലല്ലോ. ഇപ്പോൾ കുറച്ച് നമ്പർ കാണിക്കാനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. പക്ഷേ ഞങ്ങൾ വന്നപ്പം അന്ന് നമ്പർ കാണിക്കാനൊന്നുമില്ല. ഇപ്പം ചർച്ചിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് പേരേ ഉള്ളൂ, ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ. അതിൽ ഞങ്ങൾ അഭിമാനിച്ചു. കാരണം വന്നവരെല്ലാം ജെനുവിനായിട്ട് വന്നവരാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് വന്നിട്ട് അവിടുന്ന് മാറ്റി ഇങ്ങോട്ടും ഇവിടുന്ന് മാറ്റി അങ്ങോട്ടും പറിച്ചു നടിലും തൊഴുത്ത് മാറ്റവും അടിച്ചു മാറ്റും ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും അന്ന് നടക്കാൻ ആളില്ല. വി ഹാവ് ടു ഗോ ഫ്രഷ്. അപ്പം വിഷമഘട്ടങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സപ്പോർട്ടിങ് മിനിസ്ട്രീസ് ആരുമില്ലായിരുന്നു. മലയാളി പാസ്റ്റേഴ്സ് ആരുമില്ല ഒന്ന് കൺസൾട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ആകെയുള്ളത് ഇവിടെയുള്ള ചില നോർത്ത് ഇന്ത്യൻ ബേസിൽ വന്നിട്ടുള്ള ആൾക്കാർ. ഓക്സ്ഫോർഡിൽ ഒരു ഏഷ്യൻ ചർച്ച് ഉണ്ടായിരുന്നു. ആ ഒരു ചർച്ച് മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. പിന്നെ ഈസ്റ്റ് ഹാം എന്ന് പറയുന്ന സ്ഥലത്ത് ഈസ്റ്റ് ലണ്ടനിൽ ഒരു തമിഴ് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. ഇത് രണ്ടും എനിക്ക് അറിയത്തുള്ളായിരുന്നു. അപ്പോൾ അതും ഒരു 40-50 വർഷത്തോളം പഴക്കമുണ്ട്. അല്ലാതെ നമുക്കൊരു കൈത്താങ്ങൾ തന്ന് നിർത്തുവാൻ ആരുമില്ലായിരുന്നു. നാട്ടിലൊക്കെ ഇഷ്ടംപോലെ പാസ്റ്റേഴ്സും സീനിയേഴ്സും ഒക്കെ ഉള്ളപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ടൊരു അനുഭവം ഉണ്ടായിരുന്നു. ബട്ട് ഗോഡ് ഹാസ് ബീൻ ഫെയ്ത്ത്ഫുൾ. ദൈവത്തോളം നടത്തി. ദൈവത്തിന് നടത്തിപ്പ് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഇപ്പം നമ്മളിപ്പം ഈ സൗത്ത് ഹോൾ എന്നുള്ള ദേശത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയൊക്കെ പാസ്റ്ററിൻ്റെ കീഴിൽ പോകുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മൾട്ടി കൾച്ചറൽ ചർച്ചാണല്ലേ, പല ഭാഷക്കാർ. എങ്ങനെ ഭാഷ ഈ ചർച്ച് മാനേജ് ചെയ്ത് പോകുന്നതും ഇതിൻ്റെ കാര്യങ്ങളും ഒക്കെ? ഗോഡ്വിൻ, ആ ഒരു ചോദ്യം വാസ്തവത്തിൽ എനിക്ക് ഉത്തരം പറയാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെങ്കിൽ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. എൻ്റെ ഒരു പ്രിൻസിപ്പിൾ, പൗലോസിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് ബിക്കമിങ് ഓൾ തിങ്സ് ടു ഓൾ മെൻ. എല്ലാവർക്കും എല്ലാമായി തീരുക. ഞാനിപ്പോൾ ഒരു പഞ്ചാബി വീട് വിസിറ്റ് ചെയ്താൽ ഞാൻ മലയാളിയായിട്ടല്ല പോകുന്നത്. ഞാൻ അവിടെ ചെന്ന് അവരുടെ ബ്രോക്കൺ ഭാഷയൊക്കെ പറഞ്ഞ് ഗ്രീറ്റിങ്സൊക്കെ പറയും. റൊമേനിയക്കാരുടെയൊക്കെ അങ്ങനെ നമുക്ക് ഗോവക്കാരുണ്ട്, നമുക്ക് തമിഴരുണ്ട്, കുറച്ച് തമിഴൊക്കെ പറഞ്ഞ് എല്ലാവരോടും അവരുടെ നിലയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യണം. കം ഡൗൺ ടു ദെയർ ലെവൽ. ദി ഇൻകാർണേഷണൽ മിനിസ്ട്രി. കാരണം ദൈവം ജഡം ധരിച്ചു, അവൻ ജഡത്തിൽ വന്നു, നമ്മൾ വായിക്കുന്നു, വെളിപ്പെട്ടു. സോ വി ഹാവ് ടു കം ടു ദെയർ ലെവൽ. അങ്ങനെ വന്നു കഴിഞ്ഞ്
ഉള്ള ശുശ്രൂഷയിൽ കൂടെ നമുക്ക് പലരെയും മീറ്റ് ചെയ്യാൻ സാധിക്കും. എത്ര നാഷണാലിറ്റീസ് കാണും നമ്മുടെ ചർച്ചിൽ വിശ്വാസി? നാഷണാലിറ്റീസ് നോക്കി നാഷണാലിറ്റീസ് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ പഞ്ചാബി, പാകിസ്ഥാനി, ഇന്ത്യൻസ് ഉണ്ട്. ഇന്ത്യൻസ് പല ഭാഷക്കാരുണ്ട് നമുക്ക്. അതെ, ഇന്ത്യയിൽ നിന്ന് തന്നെ തമിഴ്, മലയാളം, ഗുജറാത്തി ഉണ്ടായിരുന്നു, ബംഗാളി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. പിന്നെ ഗോവക്കാരുണ്ട്, പിന്നെ കരീബിയൻസ്, ജമൈക്കൻസ് അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ നമുക്കുള്ളത് ശ്രീലങ്കൻസ് ഉണ്ട്. നമുക്കിടയ്ക്ക് ചിലപ്പോഴൊക്കെ വിസിറ്റേഴ്സ് വരും, പിന്നെ പോളിഷോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും, പക്ഷെ റെഗുലറായിട്ടില്ല. നമുക്ക് ആഫ്രിക്കൻസ് ഉണ്ടായിരുന്നു. ഒരു ആഫ്രിക്കൻ ബ്രദർ മരിച്ചു, ഞങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ബോഡിയൊക്കെ തിരിച്ച് അയക്കേണ്ടി വന്നു. സോ വി ഹാവ് ഐ ഗിവ് യു സിമ്പിൾ ടെസ്റ്റിമണി. ഇവിടെ വന്നവരിൽ പറഞ്ഞത്, ഞങ്ങൾ സൗത്ത് ഹോളിൽ പല ചർച്ചുകളിൽ പോയിട്ടുണ്ട്. ഒരു ആഫ്രിക്കൻ മാൻ പറഞ്ഞ പോയിടത്തെങ്ങും എനിക്കൊരു വെൽക്കം കിട്ടിയില്ല. ഇവിടെ വന്ന് കയറിയപ്പോഴുണ്ടല്ലോ ഞങ്ങൾക്ക് ഒരു വലിയ സ്വാഗതം കിട്ടി. അത് ഞാനിവിടെയുള്ള വിശ്വാസികളെല്ലാം ഞാൻ പഠിപ്പിക്കും. എല്ലാവരോടും പറയാം, ആര് വന്നാലും അവരായിട്ട് കാണുക, സീ ദം അറ്റ് ദെയർ ലെവൽ ആൻഡ് അക്സെപ്റ്റ് ദം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ശുശ്രൂഷ അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല. അപ്പോൾ മൾട്ടിക്കൾച്ചറൽ എന്നുള്ള വിഷനാണ് ദൈവം എനിക്ക് അന്ന് മുതൽ തന്നിരിക്കും. എനിക്ക് ഈ ഭാഷകൾ പഠിക്കുന്നതിനോടും ഭാഷകളിൽ ഗ്രീറ്റിങ്സ് പറയുന്നതിനോടും വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ റൊമേനിയക്കാരുടെ അടുത്ത് നമുക്ക് പല റൊമേനിയൻ ചർച്ചസ് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിനോട് വർക്ക് ചെയ്യുന്നത്. ഐ സ്പീക്ക് ദ ഗ്രീറ്റിംഗ് വേർഡ്. അപ്പോഴത്തേക്ക് അവരെൻ്റെ കൈ വന്നു കഴിഞ്ഞു. ഇപ്പോൾ തമിഴ് എടുത്തപ്പോൾ നിങ്ങൾക്ക് തമിഴ് വിളങ്ങുമാ? അവർ തമിഴ് ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ തമിഴ്, പിന്നെ ഹിന്ദി, പഞ്ചാബി, പാകിസ്ഥാനി, ഇതെല്ലാം മുറി വാക്കുകൾ പറയുമ്പോൾ അവർക്കറിയാം ഭാഷക്ക്. ഞങ്ങൾ പഠിപ്പിച്ച ഒരു പ്രൊഫസർ പറഞ്ഞ് തിയോളജിക്കൽ സെമിനാറിൽ, if you don't speak the language of the community, you cannot win them. ശരിയാ. നമ്മളൊരു കൂട്ടരെ വിൻ ചെയ്യണമെങ്കിൽ അവരുടെ ഭാഷ പഠിച്ചിരിക്കണം. മുഴുവൻ ശരിക്കും പറയണമെന്നില്ല, മുറി ഭാഷ പറഞ്ഞാലും മതി. പറഞ്ഞപ്പോൾ ഇദ്ദേഹം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെയും അപ്പോസ്തലനായ പൗലോസിൻ്റെയും ആ പ്രിൻസിപ്പിളാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക. പുതിയ നിയമത്തിൻ്റെ ഫോക്കസ് അത് തന്നെയാണല്ലോ. കം ആൻഡ് ലെറ്റ് us എന്നല്ല, ലെറ്റ് us go out. അത് വലിയൊരു കാര്യമാണ്. കാരണം സാധാരണ നമ്മുടെ മലയാളി ദൈവദാസന്മാരെന്ന് പറഞ്ഞാൽ ഏതൊരു വിശ്വാസിയെ കണ്ടാലും അവരെ മലയാളിയിലെ രീതിയിലേക്ക് ആക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അത് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിലൊരാളായി മാറാനാണ്. അതൊരു വലിയ മാതൃകയാണ് കർത്താവിൻ്റെ ദാസൻ അത് ചെയ്യുന്നത്. ബിജോയ് പറഞ്ഞാൽ സന്തോഷമുണ്ട്. ഞാൻ പലരോടും ചലഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം മലയാളീകരണം, പിന്നെ സുവിശേഷീകരണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ UK ഒരു പാസ്റ്റർ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ആരാന്നറിയത്തില്ല, ഉണ്ടോ ശരിയാണെന്നറിയത്തില്ല. ഈ മലയാളം ട്രാക്ട് കൊണ്ട് പോയിട്ട് പരസ്യത്തിന് മലയാളിയാണെന്ന് ചോദിക്കും. ആണോ? ആണെങ്കിലും അല്ലെങ്കിൽ കൊടുക്കത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് ചലഞ്ച് ചെയ്തു. ഇവിടെയുള്ള മലയാളി പാസ്റ്റേഴ്സ് ചോദിച്ചു, ഒരു നോൺ മലയാളി നിങ്ങളുടെ ചർച്ചിൽ വന്നാൽ എന്ത് ചെയ്യും? നിങ്ങൾ പരസ്യത്തിന് പോകുന്ന ട്രാക്ട് കൊടുക്കുന്നു. അത് പാസ്റ്റർ ഞങ്ങൾ ചിന്തിച്ചിട്ട് അടുത്തുള്ള ഇംഗ്ലീഷ് ചർച്ചിലോട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിങ്ങൾ മീനെ പിടിക്കും, അയലോക്കാർക്ക് കൊടുക്കും. ഇങ്ങനെ ദർശനമുള്ളവർ ആക്ച്വലി ഇപ്പോൾ കുറവായി. നമ്മൾ ഒത്തിരി സഭകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പം മലയാളം സഭയാണെങ്കിൽ മലയാളി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് പോകുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് ചർച്ചസ് ആണ് ഇംഗ്ലീഷ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്. അപ്പം നമ്മളോട് ലോകമെമ്പാടും പോയി സുവിശേഷം പറയാനാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനൊരു മൾട്ടി കൾച്ചറലായിട്ടുള്ളൊരു ഒരു ചർച്ച് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരാൻ പാസ്റ്റർ ദൈവം സഹായിച്ചിട്ട് ഒത്തിരി സന്തോഷമുണ്ട്. അതൊക്കെ ഇല്ല കോട്ടയം, അതിലൊരു കാര്യമുണ്ട്. നമുക്ക് ഈ ഫ്രഷായിട്ട് മലയാളം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് മലയാളം ചർച്ച ആവശ്യമുണ്ട്. അതെ. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള തുടങ്ങിയ സഭകളിൽ ഇപ്പോൾ ചെന്നാൽ നമുക്ക് പല ബ്രാഞ്ചുകളുണ്ട്. ഇവിടുത്തെ ചർച്ച് ഓഫ് ഗോഡ്, IPC, അസംബ്ലീസ് ഗോഡ്, ഷാരോൺ, ഏത് ചർച്ചിൽ നിന്നാൽ അറിയാം അടുത്ത തലമുറ ഇംഗ്ലീഷ് ആയി കഴിഞ്ഞു. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ആദ്യം വരുന്നവർക്ക് കുഴപ്പമില്ല, വി ഹാവ് ടു മെയിൻറ്റെയിൻ, അത് വേണം. പക്ഷെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വഴിയൊരുക്കണം. ഇല്ലെങ്കിൽ അവരെല്ലാം ഇംഗ്ലീഷ് ചർച്ചിൽ പോകും, അല്ലെങ്കിൽ അവർ ചർച്ചിൽ പോകാതിരിക്കും. ബട്ട് താങ്ക് യു ഫോർ ദാറ്റ് കമന്റ്. ഇറ്റ് ഈസ് ആസ് ഐ സെഡ്, ഗോഡ്സ് ഡിസൈർ, ഗോഡ്സ് ഡിസൈൻ, ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. നമ്മുടെ ഹാർട്ട് ശരിയായിരുന്നാൽ മതി. അതെ, ദേവദാസൻ ഈ കഴിഞ്ഞ 40 വർഷം സൗത്ത് ഹോൾ ചർച്ചും കഴിഞ്ഞ 50 വർഷത്തെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഈ UK വന്നതിന് ശേഷം പല ചലഞ്ചസിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തിരിച്ച് നാട്ടിൽ പോകണം, എപ്പോഴെങ്കിലും ഇന്ത്യയിൽ തിരിച്ചു പോകണം എന്നുള്ള ചിന്ത തോന്നിയിട്ടുണ്ടോ? തിരിച്ചു പോകാൻ നമ്മൾ ഹരണ്ട് പറഞ്ഞ പോലെ ഒരു വൺ വേ ടിക്കറ്റ് എടുത്താൽ വന്നേക്കുന്നത്. അല്ല, അങ്ങനെ വിഷമങ്ങൾ തോന്നിയിട്ടുണ്ട്. എന്നാൽ വിട്ടിട്ട് പോകാൻ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, the one who called you is faithful. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. പിന്നെ ചലഞ്ചസ് ഉണ്ടാകുമെന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടെ പഠിച്ചു. അത് 1 by 1 ആയിട്ട് ഫേസ് ചെയ്യാനും പഠിച്ചു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു.
ഒരുപക്ഷെ ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവ് പാസ്റ്ററിനെ ഇത്രയും ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ തന്നെ അതിന് പുറകിൽ സപ്പോർട്ട് ചെയ്യാൻ പാസ്റ്ററിന് നല്ല ഒരു ഫാമിലി ഉണ്ടായിരുന്നല്ലോ. അപ്പം ഒന്ന് പരിചയപ്പെടുത്താൻ താല്പര്യമുണ്ടോ? നിശ്ചയമായിട്ടും ഇങ്ങനെ എൻ്റെ വൈഫും എൻ്റെ കുഞ്ഞുങ്ങളും ഇല്ലാതെ ഒരു മിനിസ്ട്രി എനിക്കില്ല. അതെ അതെ. വൈഫിൻ്റെ പേര് ഷിമോനി, സിമോൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. വളരെ സുവിശേഷ തൽപരയായ ഒരു സഹോദരിയാണ്. CPM ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. പിന്നെ ഞങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരത്തേക്ക് ഒരു ദൈവിക ദർശനം, ഒരു കാഴ്ചപ്പാടുണ്ടായിട്ടാണ് എന്നെ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ നല്ല സപ്പോർട്ടാണ്. ഏത് വിഷമ കാര്യങ്ങൾ വരുമ്പോഴും എന്നെ പിടിച്ചു നിർത്തുന്ന, എന്നെ പിൻപിൽ നിന്ന് സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു സഹോദരിയാണ് എൻ്റെ വൈഫ്. 3 കുഞ്ഞുങ്ങൾ. മൂത്ത മോള് ഫേബ, രണ്ടാമത്തെ മോന് ടിമത്തി, മൂന്നാമത്തെ മോള് റേച്ചൽ. അവർ 3 പേരും നല്ല സപ്പോർട്ടാണ്. ഞങ്ങൾ ഒരേ സ്റ്റേജിൽ നിന്നാണ്, ഇപ്പോഴത്തെ കാര്യമല്ല, ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞാനും എൻ്റെ ഇളയ മോളും പാടും. മൂത്ത മോള് കീബോർഡ് വായിക്കും, മോന് ഡ്രം അല്ലെങ്കിൽ ഗിറ്റാർ അല്ലെങ്കിൽ കീബോർഡ്. ഞങ്ങൾ 4 പേരും സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു അനുഭവത്തിൽ ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് വളർന്നപ്പോൾ ഇവിടുത്തെ രീതിയിൽ അവർക്ക് ഇപ്പോൾ അവർ 3 പേര് 3 ഇംഗ്ലീഷ് ചർച്ചിലാണ് പോകുന്നത്. ഓക്കെ. അവിടുത്തെ വർഷിപ്പ് ലീഡേഴ്സും അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ദേ ആർ സെർവിങ് ദ ലോർഡ്. അപ്പോൾ ഫാമിലി ഈസ്, ഞാൻ നാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് ആദ്യം വിചാരിച്ചിരുന്നത് ഗോഡ് ഫസ്റ്റ്, ദെൻ ചർച്ച് സെക്കൻഡ്, ദെൻ ഫാമിലി തേർഡ്. അത് മാറ്റി, കംപ്ലീറ്റ് മാറ്റി. ഗോഡ് ഷുഡ് ബി ഫസ്റ്റ് ഓൾവേസ്. രണ്ടാമത് ഫാമിലി ആയിരിക്കണം. നമ്മുടെ ആദ്യത്തെ സഭ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു രീതി, ആ കാര്യം ഞാൻ പഠിച്ചു. പാസ്റ്റർ അങ്ങനെ പഠിക്കാനുണ്ടായ കാരണം എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഞാൻ പല ഒബ്സർവേഷൻസ്, മെയിൻലി എൻ്റെ ഭാര്യയാണ്. ഭാര്യയുടെ ചലഞ്ചസാണ്. ഓക്കെ. ഭാര്യ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, യേശു ക്രിസ്തു സഭയ്ക്ക് വേണ്ടി മരിച്ചു, നിങ്ങൾ മരിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടാൽ പുള്ളിക്കകത്ത് പറയും എന്തിനാ പറഞ്ഞതെന്ന് ചോദിക്കും. പക്ഷേ ദാറ്റ് ചേഞ്ച്ഡ് മീ. Christ died for the church. You don't have to die for the church. You have to serve the church. അങ്ങനെ അതുകൊണ്ടാണ് ആ സ്ഥിതി മാറ്റാനായിട്ട് ഇടയായിത്തീർന്നത്. ഓക്കെ. അതായത് പാസ്റ്റ് ടൈം ഈ ത്രൂ ഔട്ട് ദി മിനിസ്ട്രി കഴിഞ്ഞ 40-50 വർഷം പാസ്റ്ററെ നിലനിർത്തിയ ഏതെങ്കിലും വചനങ്ങൾ, പാസ്റ്ററെ ഉറപ്പിച്ച വചനങ്ങൾ, ദൈവാത്മാവ് ഇടപെട്ട വചനങ്ങൾ എന്തെങ്കിലും പാസ്റ്റർക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്താൽ ഞങ്ങൾക്കും അനുഗ്രഹമായിരിക്കും. നിശ്ചയമായിട്ടും. ഒരു വചനം, ഞാൻ ഇവിടെ വന്ന സമയത്ത്, ആരും ഇല്ലായിരുന്ന സമയത്ത് ഞാൻ ചില ദിവസങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും മുറിയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ കർത്താവ് ഒരു വചനം തന്നു. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണെന്ന് തോന്നുന്നു. കൊരിന്തിൽ പൗലോസ് പ്രസംഗിക്കാൻ ചെന്ന സമയത്ത്, ഈ പട്ടണത്തിൽ എനിക്കൊരു ജനമുണ്ട്, അതെന്നോട് ദൈവം സംസാരിച്ചതായിട്ട് എനിക്ക് ക്ലിയറായിട്ടൊരു ക്ലാരിറ്റി കിട്ടി. കർത്താവ്, ഈ പട്ടണത്തിൽ നിനക്കൊരു ജനമുണ്ടെന്ന് പൗലോസിനോട് പറഞ്ഞ കർത്താവ് അതേ വചനം എന്നോടും അപ്ലൈ ചെയ്ത് ഞാൻ എൻ്റേതായിട്ട് ഏറ്റെടുക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ചോദ്യം, വേർ ആർ ദ പീപ്പിൾ? ജനം ഉണ്ടെങ്കിൽ അവരെന്ത്? ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജനങ്ങളുടെ പേരുകൾ വെച്ച്, വീടുകൾ വെച്ച്, സ്ട്രീറ്റുകൾ വെച്ച് നടന്ന് ട്രാക്റ്റുകൾ കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതൊരു വാചകം. രണ്ടാമത് തന്നെ വളരെ ഉത്സാഹിപ്പിക്കുന്ന, എപ്പോഴും പ്രചോദിപ്പിക്കുന്ന വാക്യം പ്രവൃത്തി 20-24. കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. അതെ അതെ. ഈ 2 വാക്യങ്ങളാണ് ഏറ്റവും പ്രധാനം. ധാരാളം വാക്യങ്ങളുണ്ട്, പക്ഷെങ്കിൽ ദാറ്റ്സ് വാട്ട് മേക്സ് മീ കീപ് ഗോയിങ്. എന്നെ മുമ്പോട്ട് പോകാൻ നയിക്കുന്നത് കർത്താവ് ഒരു ശുശ്രൂഷ തന്നു, അത് പൂർത്തീകരിക്കുക, എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും. പക്ഷേ വെർ ഗോഡ് ലീഡ്സ് ഹി പ്രൊവൈഡ്സ്. ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. കർത്താവ് ഏത് ഡിഫിക്കൽട്ട് ടാസ്ക് കൊണ്ടുവരുമ്പോഴും കർത്താവ് അതിനുള്ള ഗ്രേസ് തരും. പാസ്റ്ററുടെ ഈ അനുഭവത്തിൽ നിന്ന് പാസ്റ്റർക്ക് പുതിയതായിട്ട് വരുന്ന ദേവദാസന്മാരോട്, ഇവിടെ ഇപ്പോൾ ഒത്തിരി ദേവദാസന്മാർ പുതിയതായിട്ട് UK മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവരോട് പാസ്റ്റർക്ക് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും പാസ്റ്റർ കൊടുക്കാൻ പറ്റുന്നത്? ഒത്തിരി അഡ്വൈസ് കാണും. എക്സ്പീരിയൻസ്. കാരണം ഞാൻ ഈ 40-50 വർഷം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. അതെ അതെ. ഒന്ന് എനിക്ക് പറയാനുള്ളത്, ജാട കാണിക്കരുത്, ഫേക്ക് ആയിരിക്കരുത്, ജെനുവിൻ ആയിരിക്കണം. നമ്മൾ ചെയ്യുന്നത് ഒരു ഷോ ആയിരിക്കരുത്. ഇന്നത്തെ എല്ലാവരെക്കുറിച്ചല്ല, പല യുവ സുവിശേഷന്മാരും ഇൻസ്റ്റെഡ് ഓഫ് ബിക്കമിങ് സെർവൻസ് ദേ ആർ സെലിബ്രിറ്റീസ്. ദാസ്യ ശുശ്രൂഷ ചെയ്യാൻ പലർക്കും അറിഞ്ഞുകൂടാ. അവർ ടൈയും കോട്ടും ഒക്കെ ഇട്ടിങ്ങനെ വന്ന് കയറി വരത്തേ ഉള്ളൂ.
ഒരു ഭാഷ പറഞ്ഞു നമ്മൾ പായൊന്നും പിരിക്കത്തില്ല, നമ്മൾ ലേവ്യരാണെന്ന് പറഞ്ഞു. പുരോഹിതവർഗം. ഒരു ഭാഷ പറഞ്ഞ. അപ്പോൾ പുതുതായിട്ട് വരുന്നവരും അല്ലാത്തവരും ഉണ്ടെങ്കിൽ കേൾക്കേണ്ടത്, നമ്മൾ ഫേക്ക് ആയിരിക്കരുത്, ജെനുവിൻ ആയിരിക്കുക. ബി യുവർ സെൽഫ്. നമുക്ക് ഇത്രയും കഴിവുള്ളെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പോൾ എന്നെ ദൈവം പഠിപ്പിച്ചൊരു കാര്യം അതാണ്. രണ്ടാമത്തെ അല്ലെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞാൽ, നമ്മൾ പേരിന് വേണ്ടി ഈ ഫ്ലയർ ഉണ്ടാക്കി അല്ലെങ്കിൽ പ്രസിദ്ധി ഉണ്ടാക്കി ഒന്നും ചെയ്യരുത്. ഞാൻ പല ഫ്ലയർ ഉണ്ടാക്കുന്നവരും പറയും എൻ്റെ പടം അങ്ങ് കളയാൻ പറഞ്ഞു, ഇടരുതെന്ന് പറയും. ഇല്ല ഭാഷയുടെ പടം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്നാൽ ചെറിയ എവിടെയെങ്കിലും വെച്ചോ. അപ്പം പറഞ്ഞില്ല ഭാഷ, ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്ന അവരുടെ പടം ഇച്ചിരൂടെ ഫ്രണ്ടിലോട്ട് കയറ്റി ഇവിടെ കാണത്തക്കോണം വെക്കണം. ഞാൻ പറഞ്ഞു അവർ ചെയ്തോട്ടെ, എൻ്റെത് ഏറ്റവും ചെറുതായിട്ട് വെക്കാമെന്ന് പറഞ്ഞു. അപ്പം യോഹന്നാൻ പറഞ്ഞ പോലെ അവൻ വളരണം, ഞാനോ കുറയണം. എനിക്കൊരു പ്രസിദ്ധനാകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ പപ്പായും എൻ്റെ ഗ്രാൻഡ് ഫാദറും അവർ പ്രസിദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ചവരല്ല. സോ ഐ എമ്യുലേറ്റ് ദം, ഐ ഫോളോ ദെയർ പ്രിൻസിപ്പിൾസ്. അപ്പം ഇവിടെയുള്ള ശുശ്രൂഷകന്മാർ നല്ലപോലെ ശുശ്രൂഷിക്കുന്നവരുണ്ട്, പക്ഷെങ്കിൽ ജെനുവിനായിരിക്കണമെന്നേ ഉള്ളൂ. പ്രാർത്ഥിച്ച് ദൈവം തരുന്ന ശുശ്രൂഷ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യുക. പലരും ഏൽപ്പിക്കാത്ത ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ എൻ്റെ ഒരു ഗിറ്റാർ എന്നിട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ പാടത്തില്ല. എന്നാൽ അതിന് അറിയത്തില്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ജെനുവിനായിട്ടുള്ള ശുശ്രൂഷകൾ നമ്മളെ ഏൽപ്പിച്ചത് മാത്രം ചെയ്യുക. അത് എൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. ഇതോട് ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടി ചോദിക്കാം. ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ജോക്കുര്യൻ പാസ്റ്ററുടെ നോട്ടത്തിൽ ആരായിരിക്കണം ഒരു പാസ്റ്റർ എന്ന് വിളിക്കണമെങ്കിൽ? ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഹൃദയം ഉള്ള മനുഷ്യനായിരിക്കണം. ഇത്രയും വലിയ ഹൃദയം. ഇതിനകത്ത് നമ്മളെ സ്നേഹിക്കുന്നവരെ ഇടണം, നമ്മളെ എതിർക്കുന്നവരെ ഇതിനകത്ത് കൊള്ളിക്കണം, നമ്മളെ കുത്തുന്നവരെ ഇതിനകത്ത് കൊള്ളണം. ഇടയൻ്റെ ശുശ്രൂഷ അതാണ്. മുറിഞ്ഞവർ അല്ലെങ്കിൽ തകർന്നവർ, വളരെ ശാന്തരായിട്ട് നടക്കുന്നവർ, കുഞ്ഞാടുകൾ, വലിയ ബഹളം വെക്കുന്ന ആടുകൾ, ഇതെല്ലാം കാണും. അപ്പോൾ ഇടയൻ എന്ന നിലയ്ക്ക് ഇവരെല്ലാം കൂടെ ഉൾക്കൊള്ളാൻ ഉള്ളൊരു ഹൃദയം ഉണ്ടായിരിക്കണം. ഞാനത് പല പാസ്റ്റർമാർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പാസ്റ്ററുടെ ഹൃദയം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അത് പക്ഷേ അവനെ അങ്ങനെ ചെയ്തു, ഇവനെങ്ങനെ ചെയ്തു. ഞാൻ പറഞ്ഞില്ല, അവനെ നമ്മുടെ അകത്താക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ അകത്താക്കി സ്നേഹിക്കണം. സ്നേഹത്താലുള്ള ശുശ്രൂഷയാണ് ഏറ്റവും നല്ലത്. എന്നോട് എൻ്റെ കൂടെ നിൽക്കുന്ന ചെല്ലുമ്പോൾ പക്ഷേ അവനെ ഡിസിപ്ലിൻ ചെയ്യണ്ടായോ, ഇവനെ മുടക്കണ്ടായോ? ഞാൻ പറഞ്ഞു അതെൻ്റെ ശുശ്രൂഷയല്ല. ആ പോയവനെ കുറെ നേടിയെടുത്ത് ഇതിനകത്താക്കണം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ യേശു വന്നത്. ഇപ്പോൾ ഇടയനായിരിക്കും. ഇപ്പം ഇടയ ശുശ്രൂഷ ഏൽക്കുന്ന എല്ലാവരും എടുക്കേണ്ട അല്ലെ ഒരു തീരുമാനം, ഐ വിൽ ഗോ എക്സ്ട്രാ മൈൽ. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു സഭയിൽ ഒരു പ്രശ്നം തീർക്കാനായിട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു സഹോദരി എന്തോ ഒരു വിഷയം ഉണ്ടാക്കി. അപ്പോൾ അത് തീർക്കാനായിട്ട് ചെന്നാണ്, മറ്റൊരു ബ്രാഞ്ചാണ്. അപ്പോൾ പാഷ പറഞ്ഞ അവൾ തിരിച്ച് ക്ഷമ ചോദിക്കാതെ ഇവിടെ വരാൻ പാടില്ലെന്ന് പറഞ്ഞു. പാഷയുടെ കൽപ്പന. മലയാളി സഭയല്ല, വേറൊരു സഭയാണ്. ഞാൻ പറഞ്ഞു നമുക്കൊരൽപ്പം കണ്ണ് കാണിക്കാം. അവർ മുറിവായിട്ടായിട്ടും ആയിരിക്കും വന്നത്, നമുക്ക് പോയി വിളിക്കാം. അതും പുള്ളി താല്പര്യം കാണിച്ചില്ല. എന്നാൽ അന്ന് കൂടിയിരുന്ന കമ്മിറ്റിയിൽ കൂടിയിരുന്ന രണ്ടുപേർ എനിക്ക് കത്തെഴുതി പറഞ്ഞു, പാഷയെ ആ സമീപനം എനിക്ക് ഇഷ്ടപ്പെട്ടു. അവർ ഞായറാഴ്ച തിരിച്ചു വന്നു, അവർ സഭയിലുണ്ട്. വി താങ്ക് യു ഫോർ യുവർ ടൈം. ഞാൻ പറഞ്ഞു താങ്ക് ഗോഡ് ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മൾ ഗ്രേഷ്യസ് ആയിരിക്കണം പാസ്റ്റേഴ്സ്. വെട്ടൊന്നും മുറി രണ്ടായിരിക്കരുത്. ഇടയനെന്ന് പറഞ്ഞാൽ വലിയ ഹൃദയം, എല്ലാവരും ഉൾക്കൊള്ളാനുള്ള കഴിവായിരിക്കും. അതെ, പാസ്റ്ററിൻ്റെ ഒരു ക്വാളിറ്റിയായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെ ഉള്ളതുപോലെ സ്നേഹിക്കുവാൻ, അല്ലെങ്കിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ അടുത്ത് നിർത്തുവാൻ സംഭവിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് അത് കേട്ടിട്ടുണ്ട്. പാസ്റ്ററായിട്ട് ഞങ്ങൾ പറയണം, മറ്റുള്ളവരിൽ നിന്ന് ആ സാക്ഷ്യം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സ്വന്തം അനുഭവമാണ്, അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. പാസ്റ്ററെ പറ്റി അങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കാൻ കഴിഞ്ഞതിലും ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതിലും. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സഭ വളർത്തിക്കൊണ്ടുവരാൻ, അല്ലെങ്കിൽ സഭയെ നയിക്കുക മാത്രമല്ല പാസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്, ഈ ഇംഗ്ലണ്ടിൻ്റെ മണ്ണിൽ ദൈവജനത്തെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുവാൻ, അല്ലെങ്കിൽ ഒരു യൂണിറ്റി കൊണ്ടുവരാൻ പാസ്റ്റർ എപ്പോഴും ശ്രമിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നിശ്ചയമായിട്ടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ഒരു പ്രിൻസിപ്പിൾ പറയാം. ഞാനിപ്പം ചർച്ച് ഓഫ് ഗോഡ് എന്നൊരു പ്രസ്ഥാനത്ത് നിൽക്കുന്നതിലും ഞാൻ പ്രസ്ഥാന സ്പിരിറ്റുള്ള ആളല്ല. ഐ ഡോണ്ട് ഡൈ ഫോർ ചർച്ച് ഓഫ് ഗോഡ്. എൻ്റെ പപ്പ IPCയിലാണ് പഠിച്ച് ഉള്ളുണ്ണി സാറിൻ്റെ ശിഷ്യനായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഓഫ് ഗോഡ് പയനിയർ ഓഫ് ദി ചർച്ച് ഓഫ് ഗോഡ്. പിന്നെ എൻ്റെ വൈഫ് CPM ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു. ഞാൻ അസംബ്ലീസ് സ്കൂളിൽ ബൈബിൾ കോളേജിലാണ് പഠിച്ചത്. ഐ ഹാവ് എ ലോട്ട് ഓഫ് ബാക്ക്ഗ്രൗണ്ട്സ് ഫ്രം എല്ലാ തുറകളിലുള്ളവരെ സ്നേഹിക്കാൻ എനിക്കിടയാണ്. കാരണം നമ്മളെല്ലാം ദൈവമക്കളാണ്.
അപ്പോൾ നമുക്ക് ഈ ക്രോസ് കൾച്ചറൽ മിനിസ്ട്രീസിൻ്റെ ഒരു പ്രധാന ആപ്തവാക്യം ഞങ്ങൾ എടുത്തേക്കുന്നത് ബിൽഡിംഗ് ബ്രിഡ്ജസ്, ബ്രേക്കിംഗ് ബാരിയേഴ്സ്. ബിൽഡിംഗ് ബ്രിഡ്ജസ്, ബ്രേക്കിംഗ് ബാരിയേഴ്സ്. എല്ലാവരും ഒന്നിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക, ബാരിയേഴ്സൊക്കെ താഴോട്ടാക്കാം. നമുക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ വരമ്പുകളും എല്ലാം വെച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നിൽക്കാനൊരു കുടുംബം വേണം. നമ്മളിപ്പോൾ AGയിലാണെങ്കിൽ AG കുടുംബം, ചർച്ച് ഓഫ് ഗോഡ്, IPC, ആ കുടുംബം മാത്രം ചിന്തിക്കാവൂ. മറ്റു കുടുംബങ്ങളുമായിട്ട് നമ്മൾ ബന്ധിച്ചിരിക്കണം. ഓക്കെ ഫസ്റ്റ് ഇത്രയും സമയം വളരെ ഒരു ക്വാളിറ്റി ടൈമായിട്ട് ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്തത്. ആക്ച്വലി ഫാസ്റ്റിൻ്റെ ഈ തിരക്കുള്ള ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച സമയത്ത് ഒത്തിരി നന്ദി പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവം ഭാഷണ നടത്തിയ വിധങ്ങളൊക്കെ കേൾക്കുവാനും അതറിയുവാനൊക്കെ ദൈവം ഞങ്ങളെ ഇടയാക്കിയല്ലോ. ഈ പുതിയ തലമുറകൾക്കും അതൊരു ഇൻസ്പിറേഷൻ ആകട്ടെ, ഒരു ഈ ഒരു ടെസ്റ്റ് മണി അവർക്കൊരു ബെനിഫിറ്റ് ആകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു അവസാനമായിട്ടൊരു മെസ്സേജ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പാസ്റ്റർ കൊടുക്കാനുണ്ടെങ്കിൽ പാസ്റ്റർ എന്തായിരിക്കും പറയുന്നത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു ജീവിതമേ ഉള്ളൂ, ഓൺലി വൺ ലൈഫ്. ഈ ജീവിതത്തിൽ നമ്മൾ അർത്ഥം കണ്ടുപിടിക്കണം. പലപ്പോഴും യൗവനക്കാർക്കൊന്നും അർത്ഥമില്ലാതെ അലഞ്ഞു ഉഴലുന്ന സമയങ്ങളുണ്ട്. പക്ഷെ അർത്ഥം കണ്ടുപിടിക്കണം. ഈ ലൈഫിൽ അർത്ഥം കണ്ടുപിടിച്ചിട്ട് മീനിങ് ഫുൾ ലൈഫ് ലീഡ് ചെയ്യണം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്, അത് കണ്ടുപിടിച്ചിട്ട് ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യണം. അല്ലാതെ ജീവിതം അവസാനിക്കരുത്. കാരണം ഗോഡ് ക്രിയേറ്റഡ് യു ഫോർ എ വെരി സ്പെസിഫിക് പർപ്പസ്. A or B, നിങ്ങൾ ആ കഴിവിൽ ഈ കഴിവില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നിങ്ങൾക്കൊരു താലന്ത് കർത്താവ് നൽകിയിട്ടുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ചതിന് കാരണം ദൈവത്തിന് എന്തോ നിങ്ങൾക്കൂടെ സാധിച്ചെടുക്കാനുണ്ട്. അത് ഫുൾഫിൽ ആകാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ഡോണ്ട് വേസ്റ്റ് യുവർ ലൈഫ്. ആമേൻ. താങ്ക് യു സോ മച്ച് പാസ്റ്റർ, ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും. താങ്ക് യു. കഴിഞ്ഞ 50 വർഷക്കാലം ദൈവം വിശ്വസ്തമായി ഈ വേല ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. തുടർന്നും ദൈവം ആയുസ്സും ആരോഗ്യവും നൽകട്ടെ. തുടർന്നും ദൈവം കർത്താവിൻ്റെ ഓരോ താമസിച്ചാൽ വീണ്ടും നമുക്ക് കർത്താവിൻ്റെ ദാസനുമായി കാണുവാനൊക്കെ ഉള്ള ദൈവം അവസരം ഒരുക്കട്ടെ. സമയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിർത്തുന്നു. എനിക്കും വളരെ നന്ദിയുണ്ട്. നിങ്ങൾ ഇത്രയും സമയം ചെലവഴിച്ച് ഇത്രയും ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന് ക്രൈസ്തവ എഴുത്തുപുര എന്നുള്ളതായ ഈ മഹത്തായ സംഘടനയ്ക്ക് വേണ്ടി വന്നതിൽ സന്തോഷമുണ്ട്. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ കൂട്ടായ്മ നിങ്ങൾക്കുണ്ടായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു.